ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചാനലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ TTCൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ കുറച്ച് കമൻസുകൾ ഇപ്പോൾ വരുന്നുണ്ട്, അഡ്മിഷൻ കിട്ടിയോ എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഇപ്പോഴത്തെ അഡ്മിഷൻ ആയ കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. അപ്പോൾ അതിനുള്ള റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു എനിക്ക് അന്ന് 2021-23 അഡ്മിഷൻ ആയിരുന്നു. 2022 ജനുവരിയിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ലെറ്റർ വന്നിരുന്നു. ഇൻ്റർവ്യൂ ലെറ്റർ എന്ന് പറയുമ്പം അത് NSS UPS മലയാളി സഭ തേവള്ളി കൊല്ലത്ത് വെച്ചിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ, അന്നത്തെ കാര്യമാണ്. അപ്പോൾ ഞാനിതിൽ പോയിരുന്നില്ല, കാരണം ഞാൻ അപ്പോഴത്തേക്കിനും IT-ൻ്റെ അഡ്മിഷൻ എടുത്തു. IT-ൻ്റെ അഡ്മിഷൻ എടുത്തത് കൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഇതിൽ പോയില്ല. എന്നാൽ ഞാൻ ഇത് അപ്ലൈ ചെയ്തത് ഭയങ്കര ഇൻട്രസ്റ്റോടെ, എനിക്ക് ഒരുപാട് താല്പര്യത്തോടു കൂടിയിട്ടാണ് ഞാൻ കൊടുത്തത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ടീച്ചിങ്ങിനോടൊക്കെ ഒരു താല്പര്യമുള്ളവരായിരിക്കും ഇതിൽ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ എനിക്ക് ഫോം ഫില്ല് ചെയ്യുന്നത് എൻ്റെ അനിയത്തിയായിരുന്നു. അപ്പം ഞാൻ അന്ന് +2 കഴിഞ്ഞ് നിൽക്കുന്നു, ആള് 10ാം ക്ലാസ്സും ആയിരുന്നു. സോ ഇപ്പോൾ ഞാൻ IT കഴിഞ്ഞു, പക്ഷെ ആള് ഈ TTCയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. TTCയിൽ ഇപ്പോൾ അഡ്മിഷൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആ TTC എടുത്തില്ലെങ്കിലും ഓള് TTC എടുത്തിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കാവുന്നതാണ്, നമുക്ക് വഴിയുണ്ടാക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ട് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ റാങ്ക് നമ്പർ 16 വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. ഹ്യൂമാനിറ്റീസിൽ എൻ്റെ മാർക്ക് 859 ആയിരുന്നു. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കോവിഡ് മാറുന്നത് മീൻസ് 1 വർഷത്തോളം കോളേജുകളെല്ലാം അടച്ചു കിടന്നിട്ട് തുറക്കുന്ന ഒരു സമയം ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. ഏത് അഡ്മിഷൻ ആയിരുന്നാലും ഡിഗ്രിക്ക് പോലും സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് ഒരുപാട് സീറ്റുകളല്ലേ. സോ അന്ന് അതിൽ പോലെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, ഇപ്പം ഈ ഒരു മാർക്കിൻ്റെ റേഞ്ചിലുള്ളവരൊക്കെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തുകൊള്ളുക. പിന്നീട് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ ഇൻ്റർവ്യൂവിന് പോലെ പോയിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ കാര്യം അറിയില്ല. അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ, വെയിറ്റിംഗ് ലിസ്റ്റിൽ വരുന്നവർക്കൊന്നും എനിക്കറിയില്ല അതിൻ്റെ വിഷയങ്ങൾ. സോ എന്തായാലും ഈ എൻ്റെ ഇങ്ങനെ ഒരു മെമ്മോ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അഡ്മിഷന് വേണ്ടിയിട്ട് എടുത്തില്ല. പിന്നീട് ഞാൻ IT-ൻ്റെ എടുത്തു. പിന്നെ ഇത്രയും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഞാൻ കൊടുത്ത ഒരു സംഭവത്തിൽ എന്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ടീച്ചിങ് ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. IT-യിൽ എൻ്റെ സാറ് ആള് IT പഠിച്ചിട്ട് തന്നെ അധ്യാപകനായിട്ടുള്ള ആളാണ്. സോ അപ്പോൾ ഞാൻ സാറിനോട് ഫസ്റ്റ് തന്നെ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് പറ്റുന്നതെന്നൊക്കെ. അപ്പോൾ സാർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ ഒരു വഴിയിൽ തന്നെ ഞാൻ പോകുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയായിരുന്നാലും ആ ഒരു പ്രൊഫഷൻ അത്രേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാൻ അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ TTC ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദെൻ KTET-ന് വേണ്ടിയിട്ട് അതല്ലേ ഞാൻ അന്ന് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് അഡ്മിഷൻ കിട്ടുന്നവരൊക്കെ ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. അത് നമ്മളെപ്പോഴും കഴിഞ്ഞതിന് ശേഷമല്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ, എല്ലാവിധ ആശംസകളും. എല്ലാവരും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക. നല്ലൊരു കോഴ്സ് തന്നെയാണ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ, DLED എന്ന് പറയുന്നത്. മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ TTCൻ്റെ അല്ലെങ്കിൽ DLEDൻ്റെ വേക്കൻസികളിലേക്ക് BEd പഠിച്ചവർക്കും അപ്ലൈ ചെയ്യുകയും പരീക്ഷ എഴുതുകയൊക്കെ ചെയ്യാമായിരുന്നു PSCയിലൊക്കെ. പക്ഷേ ഇപ്പോഴ് ഈ TTC എന്ന് പറയുന്നത് എലമെൻ്ററി ക്ലാസ്സുകളിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം, അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ട്രെയിനിങ് ചെയ്യിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഉയർന്ന യോഗ്യതയായിട്ടുള്ള BEd ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനോ എക്സാം എഴുതാനോ പറ്റില്ല എന്ന രീതിയിൽ കോടതിയിൽ നിന്നുള്ള വിധികൾ വന്നിരുന്നു. അങ്ങനെ ന്യൂസൊക്കെ കണ്ടിരുന്നു. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതേ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് ഈ TTCകളിലൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്കായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചോദിച്ചോളുക. ഒരു വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകൾ വന്നതുകൊണ്ടാണ്. ഞാൻ ഒന്നുകൂടി പറയാം. +2-ൽ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ആയിരുന്നു. 1200-ൽ 859 മാർക്കാണ്. റാങ്ക് നമ്പർ 16-ൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നില്ല. ഓക്കെ, എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കാം. താങ്ക്